തല്ലാണ്. ഈ ഭൗതികം അഭൗതികം മനുഷ്യ കഴിവിന്റെ അപ്പുറപ്പുറം ഈ ജാതി വർത്താനം കൊണ്ടെന്ന് കണ്ട മുസ്ലിം സമുദായത്തെ പേര് തല്ലുപിടിച്ചേ. അതേ വർത്താനം പറഞ്ഞ് മുജാഹിദീങ്ങൾ തമ്മു തല്ലാണ്. സക്കരിയ പറയാ ഭൗതിക അഭൗതികം സുല്ലമിക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പൊ മറ്റേ മൗലവി പറയാ ഭൗതികൻ ജിന്നപ്പ ഭൗതിക എന്നാ പിന്നെ നിങ്ങൾക്ക് നേരിക്കാണ് തക്കാരത്തിന് വിളിച്ചൂടെ ജിന്നിനെ. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാനെ പേടിച്ചാൻ പാടുള്ളൂ. ഞമ്മക്കോ മറഞ്ഞ നിലക്കും തെളിഞ്ഞ നിലക്കൊക്കെ അള്ളാനെ പേടിച്ചാൻ പറ്റുള്ളൂ. ഒരാള് കത്തിയിട്ടാണ് കുത്താൻ വന്ന ഓനെയാ പേടിച്ചണ്ട് പടച്ചോ എന്നുള്ള നിലക്ക് പടപ്പ് എന്നുള്ള നിലക്ക് മറിഞ്ഞും തെളിഞ്ഞൊക്കെ ആരെയും പേടിച്ച പടച്ചോ എന്നുള്ള നിലക്ക് കുത്താൻ വരുന്നവനെയും പേടിച്ചാൻ പാടില്ല. എന്താ അഭൗതികം എന്ന് തിരിഞ്ഞിട്ടില്ല, ആർക്കും തിരിഞ്ഞിട്ടില്ല. എന്താ മറിഞ്ഞത് എന്താ ഗൈബ് എന്ന് ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം മറിഞ്ഞതെന്നല്ല, കണ്ണ് കാണാത്ത ഒക്കെ മറിഞ്ഞതാ. എങ്ങനെ കണ്ണ് കാണാത്തതൊന്നും മറിഞ്ഞതല്ല എന്നപ്പ ഇയാളെ അഭിപ്രായം? ഗൈബാണ്. പിശാചിനെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിശാച് നമുക്ക് വരുത്തുന്ന ഉപദ്രവം അഭൗതികമായ ഉപദ്രവമല്ല. ഇപ്പൊ മലക്കുകൾ നമുക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്, അത് അഭൗതികമായ സഹായമല്ല. എന്നാ ചെങ്ങായിമാരെ ഔലിയാക്കൾ ചെജ്ജണതും അഭൗതികല്ല എന്നാണ് എഴുതിയച്ചളി. നിങ്ങൾക്കിപ്പോ അത് പോക്കറ്റിൽ നിന്ന് എഴുതിയേക്കേണ്ട പണിയല്ലേ ഉള്ളൂ. മലക്കുകൾ ചെയ്യണ സഹായം അഭൗതികല്ല, എന്നാ മഹാന്മാര് മക്കൾന്ന് ചെയ്യണ അഭൗതികമാണ്. രണ്ടും ഒന്നിലാണ് കൂട്ടി എഴുതിക്കളി. എന്നാ ഈ പിത്തന തീരൂലേ? മലക്കുകളുടെ സഹായങ്ങൾ അഭൗതികമല്ല എന്നാണ് ഇയാൾ സമർത്ഥിക്കുന്നത്. പിന്നെ എന്താണത്? ഭൗതികമാണല്ലേ? ഭൗതികമാണെങ്കിൽ നേരെ ചോദിച്ചൂടെ ജിന്നിനോടെ? ജിന്ന് ഭൗതികമാണെങ്കിൽ എന്നാ പിന്നെ മേമോട്ടിനെ തക്കാരത്തിന് വിളിച്ചണ മാതിരി ജിന്നേമോട്ടിനെയാണ് വിളിച്ചൂടെ നിങ്ങൾക്ക്? എപ്പ സക്കരിയാന്റെ മറുപടി അറിയാം, ഈ ഭൗതിക അഭൗതികം ഒന്നും ഖുർആനിലുണ്ടാവൂല, ഖുർആൻ അറബിയല്ലേ, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പിത്തനെയാണ്. എന്നിട്ട് ഇപ്പൊ ജിന്ന് ഭൗതികോ അഭൗതികോ ഇതൊക്കെ ഇവരുണ്ടാക്കിയ ചർച്ച. നിങ്ങളെല്ലാരും പാടെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പാണ് ഈ ഉമ്മത്തിനെ കാഫിറാക്കാൻ. അഭൗതികാണെന്ന് പറഞ്ഞു കുടുങ്ങി. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ഭൗതിക അഭൗതികം ഒന്നും അള്ളി റസൂലും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ചർച്ച കൊണ്ടുവന്നത്? ഈ ഉമ്മത്തിനെ പിത്തനയാക്കാൻ. എന്തിനാ നിങ്ങൾ ഈ അഭൗതികം ഭൗതികവും കൊണ്ടുവന്ന ഉമ്മത്തിനെ പിത്തനയാക്കാൻ? ഇനി സക്കരിയ പറയാണ് ഈ മനുഷ്യ കഴിവിന്റെ അപ്പുറമുള്ളത് ചോദിക്കുക. മരിച്ചാ പിന്നെ മനുഷ്യന്റെ കഴിവ് തീരുന്ന വഹാബികള വാദം. ഞമ്മക്കോ മരിച്ചണീന്റെ മുമ്പ് തന്നെ മനുഷ്യനൊരു കഴിവില്ല എന്നാ നമ്മളെ വിശ്വാസം. അപ്പൊ മരിച്ചതിന് ശേഷം സഹായിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കഴിവ് പെടാത്തതാണ് എന്നാണ്. അപ്പൊ അത് ചോദിച്ചാ കാഫിറാകുമെന്ന് പറഞ്ഞ വഹാബികളോട് സക്കരിയ പറയാണ്, മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ചോദിച്ചാ കാഫിറാകുമോ? അല്ല, അപ്പൊ പാപ്പൻ ആനനോട് മരം വലിച്ചാൻ പറയണില്ലേ? മേമോട്ടിക്ക് പൊന്താത്ത മരം ആനക്കുട്ടി വലിച്ച. അപ്പൊ ആനനോട് മരം വലിച്ചാൻ പറഞ്ഞാൽ ഈ മേമോട്ടി പാപ്പൻ കാഫിറാകണ്ടേ? അവനാ കുഴിച്ചിട്ടീന്റെ മൊരട അവനാ തന്നെ മാന്താണ്. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? എന്തിനാ ചെങ്ങായിമാരെ ഈ കുത്തിത്തിരിപ്പേറ്റ് മാപ്പിളാരെ മുന്നിക്ക് വന്നേ? വെളിയങ്കോട് ഉമർക്കാളിയും വരങ്കൽ മുല്ലക്കോയ തങ്ങളൊക്കെ ജീവിച്ച് പഠിപ്പിച്ചു തന്ന ദീനെ ഓൽക്കൊന്നും തിരിയാതെ പഠിപ്പിച്ചാൻ വന്ന ചരക്കുകളാ വില. അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? അതുള്ളോ ഇനി മുജാഹിദിലും നിൽക്കൂല. ഉളുപ്പും വേണ്ട, ഉളുപ്പും പാത്രത്തിൽ കൈയിട്ട് കൊടഞ്ഞൊരു തുള്ളി മേത്തട്ടിയാൽ മതി, ഓൻ വഹാബിയാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇതൊക്കെ ഈ എല്ലാ ആശയവും തലതിരിച്ചു വെച്ചിട്ട് ഹുസൈൻ സലഫി സഹോദരന്മാരെ, ഇവിടെ വഹാബികളുടെ 101 കളവ് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു സഖാഫി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ വഹാബികൾ എഴുതിയ വൈരുദ്ധ്യങ്ങൾ. കാരണം ഒരാഴ്ച മുമ്പേ കഴിഞ്ഞ മാസം വരെ വഹാബികളുടെ ക്ലിപ്പ് നമ്മൾ ഇട്ടത് അള്ളാന്റെ ഹബീബിന് ബർക്കത്തുണ്ട് എന്ന് പറയുന്നതാണ്. അതിന്റെ 4 കൊല്ലം മുമ്പിട്ടത് ബർക്കത്തില്ല എന്ന് പറയുന്നതാണ്. ഈ മാസം ഇറങ്ങിയ അൽമനാറിൽ പറയുന്നത് എന്താ? നിങ്ങൾ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ ജാതിക്ക് പുറത്താണ്. നോക്കിങ്ങൾ ഒരു കൊല്ലത്തിൽ 10 തൗഹീദ്,
അത് കൃത്യമായി ഒരു പീഡിയക്കൊലയുമൊക്കെ ഒന്നാം തരം മരുന്നാണ് ആ പുസ്തകം. അത് ആവശ്യക്കാർ വാങ്ങണം. അതുപോലെ നല്ലൊരു നൂറെ മദീന പരിപാടിയുടെ ബുർദയുണ്ട്, അതും അതുപോലെ വയലിന്റെ സീഡികളൊക്കെ നിങ്ങൾ മുതഅല്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യക്കാർ വാങ്ങണം. അല്ലാഹു നമ്മുടെ സ്വതക്ക കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ ജാതി തൊള്ളീന്ന് പല്ല് മാറ്റിവെക്കണ മാതിരി തൗഹീദ് മാറ്റിവെച്ചിട്ടും ഹുസൈൻ സലഫി പറയാണ്, ഇതുവരെ ഉമ്മർ മൗലവി പറഞ്ഞ ഒരു തൗഹീദും നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൽ ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ആരാ ഇവിടെ മുൻഗാമികൾ ആരാരെങ്കിലും? ഉമ്മർ മൗലവി. ഉമ്മർ മൗലവി പറഞ്ഞ തൗഹീദും പ്രാർത്ഥനയൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. ഇത് സിറാത്തുൽ മുസ്തഖീമിൽപ്പെട്ട സാധനായി ഉമ്മർ മൗലവി. ഇത് 2 കൊല്ലം മുമ്പ് ജീവൻ പോയൊരു സാധന, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് ആ ഉമ്മർ മൗലവി അബ്ദൽക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത്. ആ മൗലവിയാണ് പിന്നെ നിക്കാരത്തിൽ കയ്യെട്ടിയാണ്ട് ദ്വാരക്കണത്, പഠിച്ചോനെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിച്ചണേ. ഇതാ ഞാൻ പറഞ്ഞത്, കോഴിക്കോട്ടേക്ക് ദ്വാരന്നിട്ട് മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിനൊരു തകരാറും സംഭവിച്ചിട്ടില്ല. ഏതാ നമ്മുടെ വിശ്വാസം? അത് ഉമ്മർ മൗലവി പഠിപ്പിച്ചതാന്ന് അയാൾ പറയും. നാം പണ്ടെന്താണോ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞതെങ്കിൽ മഹാനായ ഉമർ മൗലവി, മഹാനായ ഉമർ മഹാനായ സിദ്ദീഖ് വഫാത്തായ ഹബീബിന്റെ ചാരത്ത് ചെന്ന് ആദ്യം മകടത്ത് വിളിച്ച് പാത്രീക ലോകത്ത് റെക്കമെൻഡ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്ന് നിറങ്ങുന്നവനാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിന്റെ ചാരത്തെ കണ്ണുനീരിൽ ചാലിച്ചെടുത്ത കവിത പാടി പൂട്ടപ്പെട്ടുപോയ റൗലന്റെ കവാടം തുറപ്പിച്ച കറാമത്തിന്റെ ഉടമ സയ്യിദുനാ വെളിയങ്കോട് ഉമർ ഖാദി. അവരുമല്ല പിന്നെ ഈ പോയത്തക്കാരൻ മൗലവി. എന്താണോ ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ എഴുതിയതല്ല, വെളിയങ്കോട്ട ഉമ്മർ കാക്ക സെൽസബിയിൽ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരാന്നിട്ട് കയ്യും കെട്ടി നിന്നിട്ട് ദ്വാരക്കണത്, പഠിച്ചോനെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണേ. കേറിയത് മംഗലാപുരത്തേക്ക്, ദ്വാരുന്നത് കോഴിക്കോട്ടേക്ക്. അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടേതായ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഈ വിഷയത്തിലൊക്കെ എന്താണോ പറഞ്ഞത് അതിലപ്പുറമുള്ള അഭിപ്രായങ്ങളിലേക്ക് നാം പോയിട്ടില്ല. അത്തരം അഭിപ്രായത്തിലേക്ക് നിങ്ങൾ പോകാറുള്ളൂ. ഒരാഴ്ച ഖുത്ബോദിയ തൗഹീദ് തൊട്ട് വെള്ളിയാഴ്ച നിങ്ങൾ ഓതാറില്ല. ഒരു മാസം പറഞ്ഞ നിസ്കാരം നിങ്ങൾക്ക് അടുത്ത മാസത്തിൽ ഉണ്ടാകാറില്ല. ഒരു മൗലവി പറഞ്ഞ അമല് നിങ്ങൾക്ക് മറ്റേ മൗലവിക്ക് സ്വീകാര്യമല്ല. ഇനി നോക്കൂ സഹോദരന്മാരെ, നിങ്ങള് അതുകൊണ്ടല്ലേ പേരോട് ഉസ്താദ് മൊയ്തീൻ ഷെയ്ഖ് തങ്ങളെ കുളത്തുനിന്ന് വിളിച്ചപ്പോ കാണാത്ത മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് കാഫിറായി എന്ന് പ്രസംഗിച്ച മൗലവിയാണ് ഇപ്പൊ അങ്ങാടിയിൽ വന്നിട്ട് പറയണത് കാണാത്ത ജിന്നിനെ വിളിച്ചാ കുഴപ്പമില്ല. അപ്പം ബാലുശ്ശേരി മൗലവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കണം, അല്ല മൗലവി, നമ്മളിപ്പോ ഒരു കിണറ്റിക്ക് വീഴാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങളെ നാട്ടില് മണ്ടി അരിയോ എന്ന് പറയാം, അതായത് ഓടി വായോ എന്ന് പറയാനൊപ്പം ബിഗ്ഗാന്ന് 4 ആൾ അറിഞ്ഞ് പിടിച്ച് കഴിച്ചിലാക്കാൻ. അപ്പം ബാലുശ്ശേരി മൗലവിയാണ്, നമ്മളിപ്പോ കിണറ്റിക്ക് വീഴാൻ നിൽക്കുമ്പോ മണ്ടി അരിയോ എന്ന് പറയലുണ്ട്, അതാരെങ്കിലും മേമോട്ടി വന്നുകാണ്ട് രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ടല്ലേ. എന്നാൽ മേമോട്ടിയെങ്കിൽ മേമോട്ടി, ജിന്നെങ്കിൽ ജിന്ന് എന്ന് കരുതിയ കാഫിറാവോ? കാരണം എന്താ? മേമോട്ടിനെ കാണും, ജിന്നിനെ കാണൂലല്ലോ. അപ്പൊ കാണാത്തോ സഹായിക്കുന്ന വിശ്വസിച്ചാ മുശ്രിക്കാകണം. അങ്ങനെയാ പേരോട് ഉസ്താദ് ആയത്. അപ്പൊ ഈ ചോദ്യം ചോദിച്ചു മൗലവിനോട്. അതിന് മൗലവിന്റെ മറുപടി എന്താ പറയാ? നിങ്ങള് പെരും ചീത്തറിയാം. അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക. അതിന് വഹാബിയസത്തൊന്ന് പോന്നു സുന്നത്യമായത്തേക്ക് പോന്നോളി. അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുകയും അല്ലേ? ഖുർആൻ 59-ാം അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49-ാം അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും പല ഭാഗത്തും. ഒരാളെങ്ങനെയാ പല ഭാഗത്തുനിന്നും ഫോൺ ചെയ്യലെന്ന് അറിയില്ല. അബുദാലികളെ കൂട്ടത്തിൽ പെട്ട് അങ്ങനെ അയക്കണാവപ്പോ അത് വാക്ക് പേച്ചതാന്ന് കൂട്ടിയാൽ മതി. അല്ല, നമ്മള് കിണറ്റിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ആ ഹദീസിൽ ഈ ചോദ്യത്തിന് ഒരു തെളിവുണ്ടാവൂലേ?
ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും. ആ സദസ്സിലെ അങ്ങനത്തെ ആളുണ്ടാകുള്ളൂ. പേരോസ്താദിനെ തള്ളിട്ടത് ആ സദസ്സിലാ, മുശിരിക്കാക്കിയതും ആ സ്ഥലത്തിലാ. കാണാത്ത ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞു കണ്ട് അവിടുന്ന് തന്നെയാ കാണാത്ത ജിന്നിനെ വിളിച്ചാ ഈ ജാതി ഇഷ്കാല് വരിക. അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തര്, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ ടൂ വീലർമ പോവുക, അപ്പൊ നമ്മുടെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവൂ? എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാണ്. ആ ഹദീസിൽ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല കേട്ടോ. ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ചോദ്യത്തിന് മറുപടി മൂക്ക് കീഴ്പ്പെട്ടായ ഒരൊറ്റ മൗലവി പറയില്ല. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാം. എന്താ ദൗനി മാ തറക്തുക്കും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫിഹിൻ അൻബിയാഇഹിം വഇദാ നഹൈതുക്കും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുക്കും ബിഅംരിൻ ഫൗതു ബിഹി മസ്തത. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഈ ജാതി മുസീബത്ത് പിടിച്ച ചോദ്യമൊന്നും ചോദിക്കല്ലേ, ഇഞ്ഞ വെറുതെ വിട്ടാളേ. അതാപ്പൊ മൂപ്പരതിന് വെച്ച അർത്ഥം. ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. എന്നാൽ അള്ളാന്റെ ഹബീബ് മൗനം പാലിച്ച സ്ഥലമല്ല കിണറ്റിലേക്ക് വീഴാൻ പോകുന്ന സമയോ. അള്ളാഹുവിന്റെ ഹബീബ് മിണ്ടാത്ത സ്ഥലമല്ല. അവിടെ എന്ത് പറയണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ വിളിച്ചിട്ടുണ്ട്. അല്ല നിശ്ചയിച്ച അടിയാറുകളെ വിളിച്ചോളൂ എന്ന് ഖാല റസൂലുള്ളാഹി. സുന്നിന്റെ തടി കേടുവരൂല, വിളിച്ചുള്ള ആൾക്കാർ അല്ല പഠിപ്പിച്ചു നിൽക്കണ്. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം. അല്ലാ, ഇത് ആവശ്യമില്ലാത്ത ചോദ്യ. ഒരു കുട്ടി കിണറ്റി ചാടി ജീവൻ പോകാൻ നിൽക്കുന്ന സമയ അവനാന്റെ തടി കാക്കണീനേക്കാളും വലിയ കാര്യം വേറെ ഏതാ? തടി കാക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമല്ലത്. ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇതിന് മറുപടി പറഞ്ഞ മൗലവി നശിക്കും, മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ മുജാഹിദുട്ടി കിണറ്റിൽ വീണ് നശിക്കും. രണ്ടാലൊരു നാശം ഉറപ്പാക്കും. വെറുതെ അങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക. അല്ലേ, ഈ തടി കാക്കാൻ ചോദിച്ച ചോദ്യമാണ്. ഈ കുട്ടി കിണറ്റിക്ക് വിൽക്കല്ലേ, അവിടെ മനുഷ്യന്മാരില്ലെങ്കിൽ ജിന്നെങ്കിലും വന്ന് ആ കുട്ടിനെ കഴിച്ചിലാക്കുമല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ഇവിടെയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിനക്കാണ് ഞങ്ങളെ ആരാധന, നിന്നോട് മാത്രമാ ഞങ്ങളെ പ്രാർത്ഥന. പക്ഷേ ആരാധനയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ ഉണക്ക മൗലവിമാരിൽ നിന്നല്ല, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, സുദീഖുകളിൽ നിന്നാണ്. ഇതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാണ്. സുന്നിയാള് ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പ്രസംഗിക്കല്ലാതെ അത് വിശ്വസിക്കണ ഒരൊറ്റ മൗലവി ലോകത്തില്ല. അത് വിശ്വസിക്കണ ഒരൊറ്റ മുജാഹിദ് ഭൂമിയിലില്ല. ഉണ്ടെങ്കിൽ ഒരു ശിർക്ക് ചെയ്യണോന്റെ മുസീബത്ത് എന്താ നിങ്ങൾക്കറിയോ? മൗലവി എന്നെ പറയണേ, ഒരു ശിർക്ക് ചെയ്ത് മരിച്ച മനുഷ്യന് അല്ലാഹു തആല ദോഷം പൊറുക്കൂല. വേറെ എല്ലാ ദോഷം അല്ലാഹു പൊറുക്കും. അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് കാര്യത്തില് അങ്ങനത്തെ മനുഷ്യന്മാർക്കും നമ്മൾ മയ്യത്ത് കരിച്ചിട്ട് പടച്ചോനെ പൊറുക്കണേ എന്ന് പറയണേ. എന്നാ ശിർക്ക് ചെയ്തോണ്ടല്ലോ, ആ ശിർക്ക് ചെയ്തോൻ ആരും മയ്യത്ത് കരിച്ചിട്ടും കാര്യമല്ല, അല്ലാഹു പൊറുക്കൂല ദോഷം എന്നാ പറയണേ. ചെയ്താലുള്ളത് എന്താണ്? എന്താ ശിർക്ക് ചെയ്താൽ? ഖുർആൻ പറയാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹു എല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. എവിടുന്ന്? പരലോകത്തുനിന്ന്. അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു പരലോകത്ത് വെച്ച് ശിർക്ക് പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല. തന്നെ അല്ല പൊറുക്കാത്ത ശിർക്ക് ചെയ്തോലാണ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ സുന്നികളെങ്കിൽ അങ്ങനത്തെ സുന്നിയാള് മരിച്ചോടുത്ത് ചിറി എളിച്ചും കാട്ടി വന്ന അള്ളാഹു പറഞ്ഞ് മയ്യത്ത് കരിച്ചാൻ പറ്റുമോ മുജാഹിദേ? നിങ്ങളൊന്ന് പറയ്, അല്ല പൊറുക്കാത്ത ദോഷം ചെയ്ത് മരിച്ച മുശ്രിക്ക്, അതാണത്രേ സുന്നി. അങ്ങനത്തെ സുന്നി മരിച്ചെടുക്കുമ്പോ അല്ല പുറത്തൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെപ്പോ ആ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് പടച്ചോനെ പുറത്തൊടുക്കണേന്ന് പറയുന്നത് അള്ളാനെ കളിയാക്കലല്ലേ?
ഇനി ശിർക്ക് ചെയ്ത മരിച്ചോനും വെള്ളൊരു അപകടകാര്യങ്ങള് ശിർക്ക് ചെയ്താൽ അവൻ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുന്ന മൗലവി പറയുന്നത്. وإنه من يشرك بالله فقد حرم الله عليه الجنة. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാകുന്നു. അതെ, അങ്ങനെ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുന്ന ശിർക്ക് ചെയ്തവരാണ് മദനിത്തങ്ങളെ ജാരത്തുങ്ങ വന്ന് സിയാറത്ത് ചെയ്യുകയും ഇസ്തിഗാസ നടത്തുകയും ഉറൂസ് നടത്തുകയും ചെയ്ത മുസ്ലിമീങ്ങളെങ്കിൽ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ മരിച്ചാൽ ആ മുസ്ലിമിന്റെ ജനാസക്കരിയിൽ ചെന്നുകൊണ്ട് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന എന്ന് പ്രാർത്ഥിച്ച് മയ്യത്ത് നിക്കരിക്കാൻ പറ്റുമോ മൗലവി? അല്ല സ്വർഗം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പം വന്നുകാണ്ട് കൊടുക്കണേ അറിയുന്നത് അള്ളാനെ കളിയാക്കലല്ലേ? ഇനിയും ശിർക്ക് ചെയ്താ പിന്നുള്ള അപകടം തരങ്ങള് ശിർക്ക് ചെയ്തുകാണ്ട് നിക്കരിച്ചണോന്റെ നിക്കാരം സ്വഹീഹല്ല. 2, എന്താണ് ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ എന്നറിയോ? അള്ളാന്റെ റസൂൽ ഖുർആൻ പറയാ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. റസൂലേ, താങ്കളുടെ മുമ്പ് ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബിമാർക്കെല്ലാവർക്കും നാം ഈ വഹി കൊടുത്തിട്ടുണ്ട്, ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ആ സന്ദേശം? താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ ആപതിക്കുകയും ചെയ്യും. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിക്കാരം ശരിയാവൂലെന്നാ. അങ്ങനെ അമല് ബാത്തിലാകണ ശിർക്ക് ചെയ്യണോലാണ് ഈ രാജ്യത്തെ സുന്നികളെങ്കിൽ ആ സുന്നികളെ ബാക്കിൽ ഇപ്പം വന്നുകാണ്ട് തുടർന്ന് നിക്കരിച്ചാൻ പാടുണ്ടോ? ഈ ബാത്തിലാകണ നിക്കാരം നിക്കരിച്ചണേ മോലിയാരെ ബാക്കിൽ വന്നിട്ട് ഈ വഹാബി വന്ന് നിക്കരിച്ചുമ്പോ എന്താ ഇതിന്റെ അർത്ഥം? ഈ മോലിയാര് ചെയ്യണത് ശിർക്കല്ല എന്നാ ഓന്റെ കൽബിലുള്ളത്. പിന്നെ തൊള്ളോണ്ട് ശിർക്ക് എന്ന് പറയുന്നത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ്. അതല്ലേ ഇത്രയും കാലം വഹാബികളോട് നമ്മളത് ചോദിച്ചു, അല്ല മൗലവിമാരെ, നിങ്ങൾ എങ്ങനെയാ ഞങ്ങളെ തുടരുക? നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ അർത്ഥം തിന്നുക? നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾക്ക് മയ്യത്ത് കരിച്ചുക? വഹാബികൾ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പത്തെ തമാശ കേൾക്കണം നിങ്ങൾക്ക്. ഇപ്പേ മുജാഹിദീങ്ങൾ ഒരു മൗലവി ഇൻതദൂഹും എന്ന് ഓതിയാൽ അതിന്റെ ആരോമാർക്ക് പോണത് മറ്റേ മൗലവിന്റെ നെഞ്ഞത്തുക്കാ. ആ മൗലവി ഇൻതദൂഹും എന്ന് ഓതിയാൽ ഇപ്പുറത്തെ മൗലവിന്റെ അടുക്കളീക്കാ ചെല്ലണേ. യഥാർത്ഥത്തിൽ അത് പോണ്ടത് അബൂജഹലിന്റെ കബറും പുറത്തേക്കാ. ഇതുവരെ ഓല് വിട്ടത് നമ്മളെ നെഞ്ഞത്തുക്കാ. ഇപ്പൊ അത് പോണത് ഒരു മൗലവി ഓതിയാ മറ്റേ മൗലവിന്റെ മിറ്റത്തുക്കാ. അങ്ങനെ എന്ത് ചെയ്തു പറയുമ്പോൾ ഈ ജിന്നിനെ വിളിക്കാറിയണ മുജാഹിദ് ഉണ്ടല്ലോ, ആ മുജാഹിദാണ് നമ്മളെ ഏറ്റവും തോനെ മുശിരിക്കാക്കിയ മുജാഹിദ്. ആ മുജാഹിദീങ്ങൾ മുശിരിക്കാണ് എന്നാണ് ഇപ്പോ സംഘടനാ മുജാഹിദ് പറയുന്നത്. ഒരു മൗലവി പറയാണ് ഇങ്ങളും മുശിരിക്കാണ്, സമസ്തക്കാരും മുശിരിക്ക. ദേ, സമസ്തക്കാര് കാണാത്ത മൊയ്തീൻ ഷെയ്ഖിനെ, നിങ്ങൾ കാണാത്ത ജിന്നിനെ. ആ ക്ലിപ്പിട്ടിട്ട് ബാലുശ്ശേരി മൗലവി ചോദിക്കണ ചോദ്യം, ബാലുശ്ശേരി മൗലവിന്റെ ക്ലിപ്പിട്ടിട്ട് നമ്മൾ ഇത്രയും കാലം ചോദിച്ച ചോദ്യമാണ്. 25 ലക്ഷം ഹജ്ജിന് വരുന്നിടത്ത് 5 മാപ്പിളയുള്ളൂ, 20 പുറത്താന്ന് പറഞ്ഞ ക്ലിപ്പിട്ടിട്ട് നമ്മൾ ചോദിച്ചില്ലേ മൗലവി ഞങ്ങൾ മയ്യത്തിക്കരിച്ചാൻ പറ്റുമോ, തുടരാൻ പറ്റുമോ, മക്കളെ കെട്ടാൻ പറ്റുമോ എന്ന്? ഇക്കാലം വരെ അതിന് മറുപടി പറയാത്ത മൗലവി, ആ മൗലവി ഇതുപോലെ ഇസ്ലാമിന്റെ പുറത്താന്ന് പറഞ്ഞപ്പോ പറഞ്ഞ മൗലവിന്റെ ക്ലിപ്പിട്ടിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം ചോദിക്കാണ്. ആ സമസ്തക്കാരുമായി ദേവത്ത് നടത്തുമ്പോ ഇതാണ് ബാലുശ്ശേരി മൗലവി മുശിരിക്കാന്ന് പറയുന്ന മൗലവി. അവരോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ്. അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? അങ്ങനെയാ പറയല്. അതെ. അങ്ങനെ പറയുമ്പോ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അതിന് മറുപടി പറയാറുള്ളത് എങ്ങനെയാണ്? ഞങ്ങൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നില്ല. ഇല്ല, പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം? അള്ളാനെ പോലത്തെ പവറ് വിളിക്കപ്പെടുന്നവർക്ക് വെച്ചു കൊടുക്കണം. അത് നമ്മൾ വെച്ചു കൊടുക്കണില്ല, ദുആ ചെയ്യുന്നില്ല. അതെ. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ? അത് ഇസ്തിഗാസയാണ്. അള്ള അമ്പിയ ഔലിയാക്ക് കൊടുത്ത മുഅ്ജിസത്ത് കറാമത്തിന്റെ കഴിവുണ്ട്, അത് ചോദിക്കണം. ഞങ്ങൾ സഹായം ചോദിക്കുകയാണ്. അതെ, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇയാൾക്ക് ചൂടായി. ഇയാള് മുശിരിക്കാന്നപ്പം മറ്റേ മൗലവി പറഞ്ഞു,
എന്നാ ഇയാള് മുശിരിക്കും, ഇയാളെ ഗ്രൂപ്പ് മുശിരിക്കും എന്നേ മറ്റേ ആള് പറഞ്ഞിട്ടുള്ളൂ. ഇയാള് പറഞ്ഞത് ഹജ്ജിന് വരുന്ന 25-ൽ 20 മുസ്ലിക്കാന്നാ. ഏറ്റവും വലിയ ഒരു അക്രമമാണ് നാസർ സുല്ലമി ഇവിടെ വീണ്ടും ചെയ്തത്. എല്ലാ സുല്ലമിയാളും ആ തോന്നിയാസാണ് 90 കൊല്ലം മാപ്പിളാരോട് കാട്ടിയത്. അതെന്താ? മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, മമ്പറന്നങ്ങളെ കാക്കണേ, റസൂലുള്ളാഹ് രക്ഷിക്കണേ എന്ന് അവർ പറയാറില്ലേ എന്ന് വിശാൽ സമസ്തക്കാരെന്താ പറയാ? നിങ്ങൾ ദ്വേർക്കണില്ല, ഇസ്തിഹാസയാണ് നടത്തുന്നത്. ഇതുപോലെയാണ് നമ്മൾ. അപ്പൊ എന്ത് വന്നു? അവിടെയും ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. മൂപ്പരെ പറഞ്ഞപ്പോ മൊത്തം അപകടം, നാട്ടുകാരെ മുഴുവൻ പറഞ്ഞപ്പോ മൂപ്പർക്കൊരു പുതുമയില്ല. നാസർ സുല്ലമിയുടെ വാദപ്രകാരം ഞങ്ങളൊക്കെ ആരാണ്? അതിന്റെ മുമ്പ് നമ്മൾ പഴയത് തീരുമാനാക്കുക. സകല മൗലവിമാരെയും വാദപ്രകാരം നമ്മളൊക്കെ ആരാ? സമസ്തക്കാര് ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്നവരാണ്. സമസ്തക്കാര് അബൂജഹൽ ചെയ്ത ശിർക്ക് ചെയ്തോല. ഈ അബൂജഹൽ ചെയ്ത തോന്നിയാസത്തിനാണ് ഈ ശിർക്ക് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കിക്കോളി, ശരിക്കും മനസ്സിലാക്കിക്കോളി. സമസ്തക്കാര് ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്നവരാണ്. സമസ്തക്കാര് അബൂജഹൽ ചെയ്ത ശിർക്ക് ചെയ്തോല. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ തുടരാമോ? അതവിടക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ തുടരാമോ? ഇത് നിങ്ങൾ ഉണ്ടായ മുതൽ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണ്. ഇക്കാലം വരെ ഉത്തരം കിട്ടാത്തതുമാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിക്കാമോ? അറിയില്ല. നിങ്ങൾ കുറെ കെട്ടിക്കൊണ്ടേക്കണം. നിക്കായി ചെയ്തെന്ന മൗലവിന്റെ കൊളർന്ന് പിടിച്ചിട്ട് ചോദിക്കണം, മൗലവി സുന്നി ആചാര്യ മകളെ നിക്കായി ചെയ്തെന്നുണ്ടായ മക്കളെ ബാപ്പാരാ? ഇനി ഞങ്ങൾ മരിച്ചാൽ, കാന്തപുരം ഉസ്താദ് മരിച്ചാൽ നിങ്ങളുടെ വിശ്വാസം എന്താ? AP ഉസ്താദ് മരിച്ചാ എന്താ നിങ്ങളെ വിശ്വാസം? കാലം വരെ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. എങ്ങോട്ട് പറയത്? ശിർക്കിലായിട്ട് മരിച്ചു തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, എന്ത്, ഈ രാജ്യത്തൊരു വഹാബിയ ഒരു സുന്നിയായ ആജിയര് മരിച്ചാൽ ആ സുന്നിയായ ആജിയരെ മകന്റെ, ആ സുന്നിയായ ആജിയരുടെ വഹാബിയായ മകൻ ആ സുന്നിയായ ആജിക്കയുടെ മയ്യത്തുകാരത്തിന് ഇമാമത്ത് നിന്നാൽ ആ വഹാബിയെ തുടർന്ന് നിസ്കരിക്കാൻ AP സുന്നികളെ കിട്ടുകയില്ല. അത് വരക്കൽ തങ്ങൾ പഠിപ്പിച്ചതാണ്, അത് പാങ്ങിലോട് പഠിപ്പിച്ചതാണ്, അത് ശംസകൾ പഠിപ്പിച്ചതാണ്, അത് കണ്ണേറ്റത്തോട് പഠിപ്പിച്ചതാണ്. ആ ആദർശത്തിന്റെ പടയത്തോടുകൊണ്ട് അതുകൊണ്ടാണ് ആ മൗലവിമ ആ വഹാബിന്റെ വേക്കിൽ നമ്മൾ തുടർന്ന് കരിച്ചാത്തേ. അല്ലാതെ ഒരു കെട്ടിത്തീർത്ത കുഴപ്പം നമ്മൾ ഒലയിട്ടില്ല, ഒരു ബെയിലി തിരക്കിയ കുഴപ്പം നമ്മളേറ്റില്ല. പിന്നെ നമ്മൾ മുസ്ലിമാണെന്ന് ഓല് സമ്മതിച്ചില്ല, അവർ മുസ്ലിമാണെന്ന് നമ്മൾ മുസ്ലിമാണെന്ന് അവർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഇക്കാലം വരെ ഒരു വഹാബി മരിച്ചോടത്തും സമസ്തയുടെ ഉലമാക്കളെ കാണാത്തത്, ഒരു വഹാബി മരിച്ചോടത്തും ഒരു സമസ്തയുടെ സയ്യിദിനെയും കാണാത്തത്. അത് വരക്കൽ തങ്ങൾ മുതൽ MA ഉസ്താദ് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണാം. അതാണ് ആദർശത്തിന്റെ അടയാളം. അല്ലാതെ സഹോദരന്മാരെ, ഒരാളെ ബൈക്ക് ആക്സിഡന്റ് ആയി, നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു ചങ്ങായി വണ്ടി കുത്തിക്കണ്. ഇപ്പം പറഞ്ഞു എന്റെ വണ്ടി കുത്തൂലായിരുന്നു. എന്താ അങ്ങനെ പറയുന്നു? ചിച്ച് ലൈസൻസ് ഉണ്ട്, പിന്നെ എങ്ങനെയാ കുത്തുക? അപ്പോ റിപ്പോർട്ട് ബുക്ക് ഉണ്ട് പറഞ്ഞാണ്ട് ആശയം ഉണ്ടാവില്ല. ആശയം ഇതാണ്, സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കണ്ടോ നിങ്ങള്? ഇവിടെയാണ് വഹാബീസത്തിന്റെ ഒടുക്കമുള്ളത്. ഒരു നൂറ്റാണ്ട് തികക്കാതെ വഹാബീസം പൊളിച്ചെറിയപ്പെടുകയാണ്. എന്നിട്ടോ മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാന്മാര് പഠിപ്പിച്ച ഇസ്ലാമിലൂടെ നിങ്ങൾ നിൽക്കുക. ആ മഹാന്മാരാണ് നമുക്ക് മക്കാമുകൾ പഠിപ്പിച്ചു തന്നത്. സുഹൃത്തുക്കളെ, സയ്യിദ് മദനി തങ്ങളുടെ മക്കാമ് കെട്ടിയത് സമസ്തയുടെ ആലിമീങ്ങളല്ല. മാലിക് ദീനാർ തങ്ങളെ മക്കാമ് കെട്ടിയത് ശംസുൽ ഉലമയല്ല. ലോകത്തെ ആലിമീങ്ങളുടെ മക്കാമ് കെട്ടിയ ാരാണ്? അതേ മുസ്ലിമീങ്ങൾ ഒരു കാര്യം അറിയണം കേട്ടോ, ലോകത്ത് പോവുന്ന മുഴുവൻ മഹാന്മാരുടെയും മക്ബറ ലോകത്തുണ്ടായിട്ടുണ്ട്. ചിലര് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങള് എന്തേ മക്കത്തും മദീനത്തും ജാറില്ലാത്തത്? അതിന് മറുപടി ഈ മൊയ്തു മൗലവി എന്ന വഹാബി തന്നെ എഴുതിയിട്ടുണ്ട്. അത് വഹാബികൾ വന്നപ്പോ പൊളിച്ചെറിഞ്ഞതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, വഹാബികൾ സൗദി അറേബ്യയിൽ മാത്രമേ അധികാരം കിട്ടിയിട്ടുള്ളൂ.
അതുകൊണ്ട് മക്കാമില്ലാത്ത നാട് അവിടം മാത്ര. ഭാരം ലോകം എവിടെ നിങ്ങൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം മഖാമുണ്ട്. ബുഖാറയിലുണ്ട്, ഈജിപ്തിലുണ്ട്, ഇറാഖിലുണ്ട്, യമനിലുണ്ട്, സിറിയയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവിടെയൊന്നും വഹാബികൾ എത്തിയിട്ടില്ല. സൗദിയിലും വഹാബികൾ എത്തുന്നതിന്റെ മുമ്പ് അവിടെയും മഹാന്മാരുടെ മഖ്ബറയുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളെ ആ മഖാമിൽ നിന്ന് അവർക്കിപ്പോഴും കൈവക്കാൻ ധൈര്യമില്ലാത്തൊരു മഖാമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ ജാറമാണ്. ആ ജാറത്തുങ്ക പോയതാണ്, ആ ഹബീബിനെ വിളിച്ചതാണ്. ലോക മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് പറയാനുള്ള കാരണോ? എന്നാൽ ആരാണ് ഹബീബിന്റെ ജാറത്തെ ചെല്ലാൻ കൊതിക്കാത്തവർ? ലോകത്ത് വന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ആ ഹബീബിന്റെ ജാറത്തുങ്ക പോയതാണ്. ലോകവിശ്വാസികളുടെ ആത്മീയതയുടെ അടയാളമാണ്. അവരുടെ വിശ്വാസത്തിന്റെ വികാരപരമായ ചിന്തയും പ്രതിബിംബവുമാണ്. ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയം പിടിച്ചു വെക്കുന്ന കേന്ദ്രമാണ് ആ പച്ചക്കുബ്ബയുള്ള ജാറ്. അതുകൊണ്ടല്ലേ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബി വർസുഖ്നാ സിയാറത്തുഹു ഖബല ഖബ്ദിർ റൂഹി വൽ ഖറജി. ഇന്നലകളിൽ അവിടെ കടന്നു പോകാത്ത മഹാന്മാരില്ല, ഇന്നും അതിനാഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളില്ല. നോക്കൂ നിങ്ങൾ, ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ മരിച്ചുപോയ സൗദിയുടെ ഭരണാധികാരിയായ അബ്ദുള്ള രാജാവ് അതാ ഹബീബിന്റെ മദീനത്തെ പള്ളിയിലേക്ക് ചൊല്ലുകയാണ്. ആ ഹബീബിന്റെ മദീന പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ സൗദിയുടെ ഭരണാധികാരിയായ അബ്ദുള്ള രാജാവ് പോകുന്നത് എവിടേക്കാണ്? ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കലേക്കാണ്. ആ ജാറത്തിന്റെ ചാരത്തു ചെന്നിട്ട് സയ്യിദ് മദനി തങ്ങളുടെ മഖാമിന്റെ മുന്നിൽ കയ്യുയർത്തിപ്പിടിച്ച് റബ്ബിനോട് ദ്വാരക്കുന്ന മുസ്ലിമേ, കണ്ടോ നിങ്ങൾ ഹബീബിന്റെ ജാറത്തിന്റെ മുന്നിൽ സൗദിയുടെ ഭരണാധികാരിയായ അബ്ദുള്ള രാജാവ് അവിടത്തെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് റബ്ബിനോട് ദ്വാരക്കുന്നു, ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യുന്നു. ഇങ്ങനെ സിയാറത്ത് ചെയ്തതുകൊണ്ടാണ് ഹജ്ജിന് വരുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളിൽ 5 ലക്ഷമല്ലാത്തവരൊക്കെ കാഫിറാണെന്ന് പറയാൻ മൗലവിമാരെ പ്രേരിപ്പിച്ചത്. എന്നാൽ കണ്ടോളൂ മുസ്ലിമീങ്ങളെ, തീർന്നില്ല. UAE ഭരണാധികാരിയായ ഷെയ്ഖ് മഖ്ദൂം ഇതുപോലെ ഹബീബിന്റെ റൗളയിലെത്തുകയാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ആ ഭരണാധികാരിയും പരിവാരങ്ങളും പോകുന്നത് ഹബീബിന്റെ ജാറത്തുങ്കലേക്കാണ്. എന്താ അവിടെ ചെന്നുകൊണ്ട് ആ ഭരണാധികാരികൾ വിളിച്ചു പറയുന്നത്? ഞാനും നിങ്ങളുമൊക്കെ നാട്ടിലെ സ്വലാത്തിന്റെ ഹൽക്കകളിൽ വെച്ചുകൊണ്ട് അതുപോലെ ദിക്റിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് വിളിക്കാറില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ഇങ്ങനെ ഹബീബിനെ വിളിച്ചതല്ലേ നമ്മൾ കാഫിറാണെന്ന് പറയാനുള്ള കാരണോ? ലോകത്തത് വിളിക്കാത്തവരാരാണ്? അവിടെ പോകാത്തവരാരാണ്? UAE ഭരണാധികാരി കണ്ടോ നിങ്ങൾ ഹബീബിന്റെ ജാറത്തുങ്ങ ചെന്നുകൊണ്ട് വഫാത്തായ ഹബീബിനെ വിളിക്കുന്നു. وبركاته الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير خلق الله الصلاة والسلام عليك وعلى آلك وأصحابك أجمعين. ഇങ്ങനെ വിളിക്കാത്തവരാണ്. ഈ വിളിച്ചത് കൊണ്ടാ 20 ലക്ഷം ഇസ്ലാം എന്ന് പുറത്തുപോയത്. അതുകൊണ്ട് വഹാബികൾ തീരുമാനിച്ചത് എന്താ? വഹാബികൾ തീരുമാനിച്ചു ആ ജാറാണ് പൊളിക്കാൻ. സൗദി ഗവൺമെന്റിന് ജാറം പൊളിക്കാൻ അധികാരമല്ല. മുസ്ലിമീങ്ങളെ
ബാബരി പള്ളി പൊളിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം വഹാബികളെ പറയണ്ട, നമ്മൾ കരാട്ട പഠിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല, നിങ്ങളെ ഞങ്ങൾ അവഹേളിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള തകർക്കുമെന്ന് ഒരു ഇസ്ലാമിന്റെ പുറത്തുള്ള ആള് പറഞ്ഞാൽ നമ്മൾ റോട്ടിലിറങ്ങി ടയർ കത്തിക്കുന്നവരാണ്, ബസ് ഉപരോധിക്കുന്നവരാണ്, വാഹനം കല്ലെറിഞ്ഞുടക്കുന്നവരാണ്. എന്നാൽ സമുദായത്തിൽ പറന്ന മൗലവിമാര് പച്ച മലയാളത്തിൽ പറയുന്നത് ഹബീബിന്റെ ജാറം തകർക്കുമെന്നാണ്. സൗദിയിലെ ഒരുപാട് ജാരങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുടുംബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുടുംബ തകർക്കും. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ആശിഖുർ റസൂലായി ജീവിച്ച് ഈ സമുദായത്തിന് ആ പച്ചക്കുമ്പയെ പരിചയപ്പെടുത്തി തന്ന മഹാ ഒരു കല്യാണ സദസ്സിലേക്ക് പോകുമ്പോ അവിടത്തെ മുരീദ് വന്ന് പറയുകയാണ്, അല്ലയോ ഉസ്താദെ, ഇങ്ങനെ ഒരാള് ആ പച്ചക്കുബ്ബ പൊളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് കുണ്ടൂർ ഉസ്താദ് പാടുന്നു, ലാലായ വഹാബി, ആ പച്ചക്കുബ്ബ തകർക്കാൻ നിന്നെ കൊണ്ട് ആവില്ല, നീയാണ് തകർക്കപ്പെടുക എന്ന് ശൈഖുന കുണ്ടൂർ ഉസ്താദ്. ഇപ്പൊ എന്തായി? ഈ പൊളിക്കാൻ നടക്കണോനപ്പങ്ങളും മഷിട്ട് തെരഞ്ഞ ഭൂമി ലോകത്ത് കാണൂല. ഇപ്പെങ്ങാനും ഇയാള് പറഞ്ഞ KNM സൗദി അറേബ്യയിൽ അധികാരം കിട്ടി TP അബ്ദുള്ള കോയ മദനി രാജാവായാൽ ആദ്യം തകർക്ക പച്ചക്കുബ്ബല്ല, മൗലവിന്റെ തലയാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിക ഗവൺമെന്റിലുള്ളടത്ത് മുർത്തദിന്റെ തലവട്ടണമെന്ന നിയമം. KNM-മാരെ ഭാഷയിൽ ഒന്നാമത്തെ മുർത്തദ് മൗലവിയാണ്. TP അബ്ദുള്ള കോയ മദനി എങ്ങാനും സൗദി അറേബ്യ ഭരിക്കുമ്പോ സക്കരിയ സ്വലായി സൗദിയന്റെ എയർപോർട്ടിൽ നെതല് കണ്ട പട്ടാളം വെടിവെക്കും. അല്ലേ? ഇതാണ് മഹാന്മാർ പഠിപ്പിച്ച ദീനിന്റെ പവർ. ആ പവറിനോട് ജീവിച്ച് സറാത്തുൽ മുസ്തഖീമിൽ ആരാധനയും ഇബാദത്തും പ്രാർത്ഥനയും പഠിച്ച് അല്ലാഹുവിന്റെ മഹാന്മാർ ജീവിച്ചു പോകാൻ അവരുടെ പൊരുത്തവും കുരുത്തവും നേടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുസ്ലിമീങ്ങളെ, നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ്. സയ്യിദ് മദനി തങ്ങളുടെ ആത്മീയമായ നേതൃത്വം ലഭിച്ചവരാണ് നമ്മളോ. ആ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്ത് സമകാലിക കേരളം കണ്ട അത്യുജ്വലായ ആത്മീയ നായകന്റെ ശക്തമായ ആത്മീയ പിന്തുണയും അവിടുത്തെ വർഷങ്ങളോളമുള്ള നേതൃത്വം സ്വീകരിച്ചവരാണ്. ആ താജുൽ ഉലമയോട് ആദരവില്ലാത്തൊരു മനുഷ്യനുണ്ടോ? എന്താ താജുൽ ഉലമ ജീവിതത്തിൽ പഠിപ്പിച്ച ആശയങ്ങളോ? ഒരാളെയും അവിടെ നിന്ന് നിന്ദിച്ചിട്ടില്ല, ഒരാളോടും ആദർശത്തിന്റെ പേരിലല്ലാതെ ശത്രുത വെച്ചിട്ടില്ല. ആഫിയത്ത് നഷ്ടപ്പെട്ടാലും ആരാധനക്കൊരിക്കലും തന്നെ ഭംഗം വരുത്തിയിട്ടില്ല. അതല്ലേ അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ മഹാന്മാരെ കുറിച്ച് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുനിയാവിൽ ഒന്നിനെയും പേടിച്ചിട്ടില്ല. അതല്ലേ താജുൽ ഉലമയുടെ ജീവിതമെന്ന് പറയുന്നത്. നമുക്ക് അധികാരത്തെ പേടിയാണ്, നമുക്ക് രാഷ്ട്രീയത്തെ പേടിയാണ്, നമുക്ക് മുതലാളിമാരെ പേടിയാണ്, നമുക്ക് റൗഡികളെ പേടിയാണ്. എന്നാൽ മഹാനായ താജുൽ ഉലമ അള്ളാന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ പേടിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ കടുകുമണിയോളം പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ വലോ വഹദി എന്ന പ്രഖ്യാപനം കൊണ്ട് ഈ ഉമ്മത്തിന്റെ ആത്മീയ ആദർശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ താജുൽ ഉലമക്ക് കഴിയുമായിരുന്നില്ല. അവിടുന്ന് അധികാരത്തെ പേടിച്ചില്ല, അവിടുന്ന് ഒരിക്കലും മുതലാളിമാരെ പേടിച്ചില്ല. താൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ, തനിക്കുള്ള സ്വാധീനങ്ങൾ ഇല്ലാതെയാകുമോ, തന്നെ ഇന്നലെ വരെ ബഹുമാനിച്ചവർ ഇന്ന് കല്ലെറിയുമോ എന്ന് മഹാന്റെ ജീവിതത്തിൽ അവിടുന്ന് പേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മംഗലാപുരത്തിന്റെ കർണാടകയുടെ കേരളത്തിന്റെ പരിസരങ്ങളിലെ
അത്യുജ്വലമായ ആത്മീയ നവോത്ഥാനത്തിന്റെ ഏടുകൾ കൈമാറാൻ എങ്ങനെയാ താജുൽ ഉലമക്ക് കഴിഞ്ഞത്? അള്ളാഹുവിന്റെ വിലായത്ത് കൊണ്ട് ആദരിക്കപ്പെട്ടതാണ്. വലാഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനും ഉണ്ടാവില്ല. എനിക്കുങ്ങൾക്കുള്ള ടെൻഷനൊന്നും ഓൽക്കുണ്ടാവില്ല. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ചില ദിവസമൊക്കെ നമ്മൾ വല്ല ചാനലിലും പേപ്പറിലൊക്കെ റിപ്പോർട്ട് വായിച്ചാ പഠിച്ചോനെ നാളെ നേരം വെളുത്ത് എങ്ങനെയാ എ.പി. ഉസ്താദ് നാട്ടുകാരെ മോത്തുക്ക് നോക്കുക അത് തോന്നിപ്പോ. എനിക്കുങ്ങൾക്കും ടെൻഷനുള്ള സംഗതിയാണ്. എന്നാൽ വലാഹും യഹ്സനൂൻ, എ.പി. ഉസ്താദ് കാണാം 14 രാവ് പോലെ പ്രഭാതത്തിലെ പത്രങ്ങളിലും ചാനലിലും മലയാളികളോട് നിറപുഞ്ചിരിയോടെ സംവദിത്തിന്റെ തണല് നമുക്ക് ദീർഘകാലം നൽകുമാറാകട്ടെ. അല്ലാഹു ആത്മീയമായ തണല് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ച സമ്മാനമാണ് ഞങ്ങൾ അവിടുത്തെ പുത്രരായ സയ്യിദിനോട് കാണിക്കുന്ന ആദരവ്. ഞങ്ങൾ അവിടുത്തെ സയ്യിദിന്റെ കൈപിടിക്കുന്നത്, അവിടുത്തെ ഞങ്ങളെ ഖാദിയായി അംഗീകരിക്കുന്നത്, മഹാനായ താജുൽ ഉലമ ഞങ്ങൾക്കു ചന്നാദിയാണ്. അവിടുന്ന് ഞങ്ങൾക്കു കാണിച്ച മാർഗമാണ്. അവിടുന്ന് ഞങ്ങൾക്കു തന്ന നേതൃത്വമാണ്. അല്ലാ, മഹാനായ സയ്യിദിന്റെ നേതൃത്വം ഞങ്ങളെ ഈ മഹല്ലത്തിന്, ഞങ്ങളെ ഈ പരിസരങ്ങൾക്ക് ദീർഘകാലം നിലനിർത്തി തരണേ റഹ്മാനേ. എം.എ. ഉസ്താദ്, താജുൽ ഉലമ അടക്കമുള്ള സയ്യിദ് മദനി തങ്ങളടക്കമുള്ള മഹാന്മാരുടെ മദതും കാവലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മഹാനായ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെയുള്ള എല്ലാ മഹാന്മാരുടെയും തണല് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഇന്നലകളിൽ ഞങ്ങൾക്ക് ആത്മീയതയുടെ അറിവും വഴിയും കാണിച്ചു തന്ന വരക്കൽ തങ്ങൾ മുതൽ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ള എല്ലാ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും അവർ കാണിച്ച ഹക്കിന്റെ വഴിയെ പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. മഹാനായ സയ്യിദ് അവറുകളുണ്ട്, ഞാൻ ദുആ ചെയ്യുന്നില്ല. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. റഹ്മാൻ, ഞങ്ങളെല്ലാവരും എല്ലാ ഹല ഉദ്ദേശം പൂർത്തീകരിച്ചു തരണം റഹ്മാൻ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബി. ഞങ്ങൾക്ക് നീ പൂർത്തി മാഫാക്കി തരണം റഹ്മാൻ. മാനായ റബ്ബി, ഇവിടെ ഈ പറഞ്ഞ നസീഹത്ത് അതനുസരിച്ച് നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാൻ. എല്ലാ ശത്രു വിവാഹങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാൻ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നീ ഖിയാമത്ത് നാളിൽ നിർത്തിത്തരണം റഹ്മാൻ. അതിനെതിരായ പല പാർട്ടികളും റബ്ബി, അവരെല്ലാം നീ നേർവയിലാക്കണം റഹ്മാൻ. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാൻ, മാഫാക്കി കൊടുക്കണം റഹ്മാൻ. എല്ലാ എങ്കിലും അവരുടെ ശരണത്തോട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. മുഅ്മിനീങ്ങളായി ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഈ പാതിരാ സമയത്താണ് എന്നോട് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബി, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബി. ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാൻ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാൻ. റബ്ബി, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാൻ. മുസ്ലിമായി ജനിച്ച് കാഫറായി ഞങ്ങൾ മരിപ്പിക്കണം റഹ്മാൻ. റബ്ബി, എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യവും നീ മല പോലെ വരുന്ന മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാൻ. റബ്ബി, ഹൈറും ഷറുമെല്ലാം നിന്റെ പക്കൽ നിന്നാണ്. ഞങ്ങൾക്ക് ഹൈർ വിധിക്കണം റഹ്മാൻ, ഷർ നീ വിധിക്കല റഹ്മാൻ. റബ്ബി, മജ്ലിസ് ഉള്ളവരെയും ഇല്ലാത്തവരെല്ലാം വാഹിറും ബാത്തുമായ രോഗം ശിവ തരണം റഹ്മാൻ. എല്ലാ രോഗത്തോട്ടും മാരകത്തോട്ടും ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരും നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കിടന്നു വീട്ടിലും ഹോസ്പിറ്റലും എല്ലാം കടന്നു ഉള്ളുന്നവരും റബ്ബി നീ ശിവ കൊടുക്കണം റഹ്മാൻ. അതിന് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാൻ. അവരെയും നമ്മളെല്ലാം എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഉസ്താദന്മാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ എല്ലാം മരിച്ചുപോയി റബ്ബേ, അവരെല്ലാം ഖബറിൽ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ നമ്മളെല്ലാം എൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. മഹാനായ റബ്ബേ, ഈ ദുആ സ്വീകരിക്കണം റഹ്മാനെ. ഇനിയുള്ള ദിവസങ്ങൾ റബ്ബേ ഇന്നും പണ്ഡിതന്മാർക്ക് വന്ന് ഇവിടെ നസീഹത്ത് പറയാനും അത് കേൾക്കുവാനും അതനുസരിച്ച് നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. റബ്ബേ, മുഴുവൻ ചെറുപ്പക്കാരെയും ദീനിൻ്റെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായ ഒരു നിലവക്കും ഞങ്ങൾ ആക്കല്ല റഹ്മാനെ. ദീനിലായി ജീവിച്ച് ദീനിലായി മരിക്കാൻ നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറേ പിടിച്ച് അന്നിലക്ക് സ്വർഗം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. റബ്ബേ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആ മുറയെ പിടിച്ചു ആ നിലക്ക് തന്നെ എല്ലാ ചെറുപ്പക്കാർക്കും റബ്ബേ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഇബ്ലീസിൻ്റെ ശർറും ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. ശൈത്താൻ്റെ ശർറും ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, ഇനി ഞങ്ങൾ ഈ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ. ഇസ്സത്തോടുകൂടി ജീവിപ്പിക്കണം റഹ്മാനെ. ഇസ്സത്തില്ലാതെ നിനക്ക് ജീവിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാൻ. റബ്ബേ, എത്രയോ ഉസ്താദന്മാർ ആക്സിഡൻ്റായി അന്നെനിക്ക് മരിച്ചുപോയവരുണ്ട്. അവരൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വല്ല തെറ്റു